നമസ്കാരം. ഇറാനെ തൊടാൻ കഴിയാതെ അമേരിക്ക പരുങ്ങുന്നു. അതേസമയം ഇറാന്റെ നെഞ്ചു പുലർത്താൻ കഴിയുന്ന തരത്തിൽ ട്രംപിന്റെ മിസൈലുകൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. യുദ്ധം അനിവാര്യതയാകുമ്പോൾ അവിടെ ആയുധങ്ങളുടെ ശേഖരം എന്ന് പറയപ്പെടുന്ന പലപ്പോഴും പല രാജ്യങ്ങളും അവർക്ക് അധികമുള്ളതും ആവശ്യമുള്ളതും അതിനധികമുള്ളതും വാങ്ങി വയ്ക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ ആയുധപ്പുരയിലുള്ളത് ലോകം ഭയക്കുന്ന ആയുധങ്ങളാണ്. E-7 സൈനിക യൂണിറ്റുകൾ. എന്നിട്ടും പേർഷ്യൻ പുലികളെ തൊട്ടാൽ ട്രംപിന് ഭയം, അവരെ തൊടുന്നതിന്. കാരണം കൈപ്പൊള്ളുമെന്നുള്ള ഭയം. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ആയുധബലം കൊണ്ട് ലോകം കീഴടക്കാമെന്ന് വ്യാമോഹിക്കുന്ന അമേരിക്കയുടെ അഹങ്കാരത്തെയാണ്. പേർഷ്യൻ കടലിടുക്കിലെ തിരമാലകൾക്ക് മുകളിൽ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമ്പോൾ ഇറാന്റെ നെഞ്ചിലേക്ക് കുതിച്ചു കയറുവാൻ പെന്റഗൺ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും വിനാശകാരികളായിട്ടുള്ള 7 സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളെയാണ്. ഏത് നിമിഷവും എവിടെയും മിന്നൽ പിണർ പോലെ പതിക്കുവാനും തകർക്കുവാനും ശേഷിയുള്ള ഈ എലൈറ്റ് യൂണിറ്റുകൾ അമേരിക്കയുടെ അഹങ്കാരമാണ്. എന്നാൽ ഇത് വിയറ്റ്നാമോ ഇറാഖോ അല്ല എന്ന് വൈറ്റ് ഹൗസിലെ തലതൊട്ടപ്പന്മാർ മറന്നുപോയിരിക്കാം. ഇറാൻ എന്ന വിപ്ലവ വീര്യം ആയുധബലം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒന്നല്ല. അമേരിക്ക തങ്ങളുടെ വജ്രായുധങ്ങൾ പുറത്തെടുക്കുമ്പോൾ ആത്മസമർപ്പണവും ചടുലമായ പ്രതിരോധവും കൊണ്ട് ഇറാൻ കരുതി വച്ചിരിക്കുന്ന തന്ത്രങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കുവാനുള്ള കെൽപ്പെങ്കിലും വേണ്ടേ ട്രംപേ? ലോകം ഭയക്കുന്ന അമേരിക്കൻ സേനകൾക്ക് മുന്നിൽ ഇറാൻ ഒരുക്കുന്ന മരണക്കെണികളെ കുറിച്ച് അമേരിക്ക ഒരിക്കലും ചിന്തിച്ചു തന്നെ കാണില്ല. നേവി സീൽസ് ഒസാമയെ അന്ന് വീഴ്ത്തിയവർ ഇറാനെ തൊടുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ഭയപ്പെട്ടു പോകും. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായിട്ടുള്ള യൂണിറ്റാണ് സീൽ ടീം 6 എന്നറിയപ്പെടുന്ന സംവിധാനം. ഇതിനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ കടന്നു ചെന്ന് ഒസാമ ബിൻ ലാദനെ ഇല്ലാതാക്കിയ ആഗോള ശ്രദ്ധ നേടിയ ഈ യൂണിറ്റ് സമുദ്രാർപ്പണമായിട്ടുള്ള ദൗത്യങ്ങളിൽ അതിവിദഗ്ധരാണ് എന്നുള്ളതാണ്. പേർഷ്യൻ ഗൾഫിന്റെ ആഴക്കടലിലും തീരദേശങ്ങളിലും ഇറാൻ ഒരുക്കിയിരിക്കുന്ന പ്രതിരോധ കോട്ടകൾ ഭേദിക്കുവാൻ ഈ സേനയെയാണ് അമേരിക്ക പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ കടലിൽ ഇറാൻ പയറ്റുന്ന ഗറില്ല തന്ത്രങ്ങൾക്ക് മുന്നിൽ ഈ സമുദ്രസിംഹങ്ങൾ പതറുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. നിഴൽ പോലെ പിന്തുടരുന്ന വേട്ടക്കാർ കരസേനയുടെ കരുത്താറ്റ ഡെൽറ്റ ഫോഴ്സ് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്നതിൽ വളരെ കുപ്രസിദ്ധരാണ്. സിവിലിയൻ വേഷത്തിലെ ശത്രുരാജ്യങ്ങൾക്കുള്ളിൽ കടന്നു കയറി ഭീകര ശൃംഖലകൾ തകർക്കുന്ന ഇവർ ഇറാന്റെ സൈനിക തലപ്പത്തുള്ളവരെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സ്വന്തം മണ്ണിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്ന രഹസ്യാന്വേഷണ വാൽക്കണ്ണികൾ അല്ലെങ്കിൽ വലക്കണ്ണികൾ എന്ന് പറയപ്പെടുന്ന അതിനെ ഭേദിച്ചുകൊണ്ട് ഡെൽറ്റയ്ക്ക് എത്രത്തോളം മുന്നേറാൻ കഴിയുമെന്നുള്ളത് സംശയമാണ് എന്നുള്ളതാണ്. ലോകത്തിലെവിടെയും വെറും 18 മണിക്കൂറിൽ വിന്യസിക്കാൻ കഴിയുന്ന അതിവേഗ ഇൻഫൻട്രി സേനയാണ് ആർമി റേഞ്ചേഴ്സ് എന്ന് പറയപ്പെടുന്നത്. വ്യോമതാവളങ്ങൾ പിടിച്ചെടുക്കുന്നതിനും നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിലും ഇവർ പുലികളാണ്. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുവാൻ റേഞ്ചർമാർ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സ്വന്തം മണ്ണിൽ മരണത്തെ പുണരാൻ തയ്യാറായി നിൽക്കുന്ന ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിന് മുന്നിൽ ഈ വേഗത കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് അമേരിക്ക ഭയക്കുന്ന കാര്യമാണ്. ശത്രുവിനുള്ള വിള്ളലുകൾ തേടുന്നവർ പാരമ്പര്യേതര യുദ്ധമുറകളിൽ വൈദഗ്ധ്യം നേടിയവരാണ് ഗ്രീൻ ബെററ്റ്സ് എന്ന് പറയപ്പെടുന്നവർ. ശത്രു രാജ്യങ്ങൾക്കുള്ളിലെ പ്രാദേശിക ഗറില്ലകളെ സംഘടിപ്പിച്ച ആഭ്യന്തര കലാപമുണ്ടാക്കുവാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇറാന്റെ സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള വശങ്ങൾ പഠിച്ച് അവർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ അമേരിക്ക ഇവരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നാൽ ഇറാന്റെ ദേശീയ വികാരത്തിന് മുന്നിൽ ഇത്തരം വിദേശീയ തന്ത്രങ്ങൾ എത്രത്തോളം ഫലിക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. മറ്റൊന്ന്, മരണദൂതർ നൈറ്റ് സ്റ്റാക്കേഴ്സ് എന്ന് പറയപ്പെടുന്ന ഇരുട്ടിന്റെ മറവിൽ ശത്രുതാപരമായിട്ടുള്ള പ്രദേശങ്ങളിൽ കമാൻഡോകളെ എത്തിക്കുന്ന ഹെലികോപ്റ്റർ വിഭാഗമാണ് നൈറ്റ് സ്റ്റാക്കേഴ്സ് എന്ന് പറയപ്പെടുന്നത്. അത്യാധുനികമായിട്ടുള്ള ചിനുക്കുകളും ബ്ലാക്ക് സ്റ്റോക്കുകളും ഉപയോഗിച്ച് റഡാറുകളെ സ്വന്തമായിട്ട് ആ റഡാറുകളെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പറക്കാൻ ഈ സ്റ്റോക്കേഴ്സിന് കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്വന്തമായുള്ള ഇറാൻ ഈ രാത്രി സഞ്ചാരികളെ ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കാൻ കെൽപ്പുള്ളവരാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇറാന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ പഠിക്കുവാൻ അമേരിക്ക തയ്യാറാകണമെന്ന്. ഇവിടെ മറൈൻ റൈഡേഴ്സ് ഉണ്ട്. തീരദേശ ആക്രമണങ്ങളും നിരീക്ഷണത്തിലും ഒക്കെ പ്രത്യേക കഴിവുള്ളവരാണ് മറൈൻ റൈഡേഴ്സ് എന്ന് പറയുന്നത്.
ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ മേധാവിത്വം തകർക്കുവാൻ അമേരിക്ക ഈ ഉഭയജീവി സേനയെ വിന്യസിക്കുവാനുള്ള സാധ്യതയുണ്ട്. സഖ്യസേനകളുമായി ചേർന്ന് ഇറാന്റെ കടൽ പ്രതിരോധം തകർക്കുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ എയർഫോഴ്സിന്റെ ഈ പാരാ റെസ്ക്യൂ സംവിധാനം, യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടു പോകുന്ന പൈലറ്റുമാരെയും സൈനികരെയും രക്ഷപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈ PJ-കൾ എന്ന് പറയപ്പെടുന്നത്. അതായത് ഈ പാരാ റെസ്ക്യൂ ചെയ്യപ്പെടുന്നത്. ശത്രുരേഖകൾക്കുള്ളിൽ കയറി വൈദ്യസഹായം നൽകാനും ആളുകളെ രക്ഷിക്കുവാനും ഒഴിപ്പിക്കുവാനും ഇവർക്ക് പ്രത്യേക പരിശീലനമുണ്ട്. എന്നാൽ ഇറാന്റെ മണ്ണിൽ ഒരു അമേരിക്കൻ പൈലറ്റ് വീണാൽ PJ-കൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാൻ പോരാളികൾ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുമെന്നതാണ് വസ്തുത. അമേരിക്ക ഇത്രയധികം വജ്രായുധങ്ങൾ കരുതിയിട്ടും ഇറാനെ തൊടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ്. ഉത്തരം വളരെ ലളിതമാണ്. ഇറാൻ ഒറ്റയ്ക്കല്ല. റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ പിന്തുണ ഇറാന് പിന്നിലുണ്ട്. സാങ്കേതിക വിദ്യയേക്കാൾ മുകളിൽ മരിക്കാൻ തയ്യാറായ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെയും അമേരിക്ക ഭയക്കുക തന്നെ വേണം. പെന്റഗൺ തങ്ങളുടെ 7 സേനകളെ ഇറക്കി പരീക്ഷണം നടത്തിയാലും ഇറാൻ വിട്ടുകൊടുക്കില്ല. പതുങ്ങിയിരുന്ന് ചതിക്കുഴികളെ ഒരുക്കി ശത്രുവിനെ വീഴ്ത്തുന്ന വേട്ടക്കാരനെ പോലെ ഇറാൻ ഈ അമേരിക്കൻ ചാവേറുകളെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ലോകത്തെ കാണിക്കാൻ അമേരിക്ക ആയുധങ്ങൾ നിരത്തുമ്പോൾ ഇറാൻ തങ്ങളുടെ ആത്മസമർപ്പണത്തിലൂടെ ആ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പേർഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം, പേർഷ്യൻ കനാൽ അത് അണയ്ക്കാൻ അമേരിക്കൻ ഹിമപാതത്തിന് കഴിയില്ല എന്ന് ചരിത്രം ഒരിക്കൽ കൂടി തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇറാനെ തൊടാൻ അമേരിക്ക വിങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ മനം മടുത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറാനെ തൊടാൻ കഴിയാതെ നിൽക്കുകയാണ് അമേരിക്ക. കാരണം ഇറാന്റെ നെഞ്ചു പുലർത്താൻ ട്രംപിന്റെ മിസൈലുകൾ ഒരുങ്ങി നിൽപ്പുണ്ട് എങ്കിലും ആ മിസൈലുകൾ വീഴുന്നതിന് അടുത്ത നിമിഷം തന്നെ അമേരിക്ക ചാമ്പലാകുമെന്നുള്ളത് ആ യാഥാർത്ഥ്യം ട്രംപിനും അമേരിക്കയും ഇപ്പോൾ തിരിച്ചറിയുന്നു.